ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ 3 ടിപ്സുകളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ടിപ്പിനായിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഇതേ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടൈപ്പ് ആട്ടപ്പൊടികളായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്തോട്ട് കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. കുടംപുളി ഒരു കുഞ്ഞ് കഷ്ണം മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട. അത് 2-3 പീസസ് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ഈ ടിപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എലികളെ കൊല്ലാനുള്ള ടിപ്സാണ് കേട്ടോ ചെയ്യുന്ന ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 2-3 കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ചിരട്ടയാണ് കേട്ടോ. അപ്പോൾ ചിരട്ട വെച്ചിട്ടുള്ള ഈ ടിപ്പ് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ചിരട്ടയിൽ നിന്ന് നമുക്കൊരു കുഞ്ഞു പീസ് ചിരട്ട കഷ്ണം എടുത്തിട്ട് ഒന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ ഇടിയലിൻ്റെ ബാക്ക് വെച്ചിട്ട് നമുക്ക് ചതച്ചെടുക്കാൻ ഒരു ചെറിയ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിലേക്ക് നമുക്ക് ഒന്ന് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഒടിഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇടിവലി കൊണ്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ എടുക്കുക. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടുന്ന കണ്ടോ. ഈ ഒരു കഷ്ണങ്ങളെയാണ് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ചിരട്ട എടുക്കുമ്പോൾ അല്പം കനമുള്ള ടൈപ്പ് ചിരട്ട തന്നെ എടുക്കണം കേട്ടോ. ഒട്ടും കനയില്ലാത്ത നൈസായിട്ടുള്ളത് വേണ്ട. അപ്പോൾ നമുക്ക് ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് പൊടിയുടെ അകത്തേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് പതുക്കെ നമുക്ക് ചേർത്താൽ മതി. അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തിട്ട് ആവശ്യത്തിന് പച്ചവെള്ളമാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടിത് കുഴഞ്ഞ് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളൊക്കെ കുറച്ച് ലൂസിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുക. അല്ല ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഇച്ചിരി ലൂസ്നെസ് ഉണ്ടാവണം എപ്പോഴും. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുമ്പോൾ നല്ല ടൈറ്റിലല്ലേ ഇരിക്കുന്നത്, അതുപോലെ എടുക്കരുത്. കുറച്ചുകൂടി ലൂസി ടൈപ്പിൽ എടുക്കണം. ഇനി നമുക്കിതിലോട്ട് ഇത് എന്ത് ചെയ്യണം, നമ്മുടെ ചിരട്ടയുടെ ആ പീസസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നല്ലതായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉണ്ട പരുവത്തിൽ കിട്ടാവുന്ന തരത്തിലേക്ക് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട് എവിടെയാണോ, നമ്മൾ വീടിനകത്താണോ പുറത്താണോ എവിടെയാണോ വെക്കുന്ന ആ പരിസരം അത്യാവശ്യം വൃത്തി ഉണ്ടാവണം. അപ്പോൾ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് എലികൾ ഓടിയെത്തുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇത് കഴിക്കുകയോ എലികൾ ചത്തുപോവുകയും ചെയ്യും കേട്ടോ. പിന്നെ വെള്ളമൊന്നും പാത്രത്തിലോ ബക്കറ്റിലോ ഒന്നും ആക്കി പുറത്തെങ്ങും വെച്ചേക്കരുത്. കാരണം വെള്ളം കുടിച്ച് എലികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എവിടെയാണോ എലിയുടെ ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 പച്ചമുളകാണേ. അപ്പോൾ ഈ പച്ചമുളകിനെ നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത്തിരി വലുപ്പം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അല്ല അരകല്ലിൽ വെച്ചിട്ടോ ഇടികല്ലിലിട്ടിട്ടോ ഒന്ന് ചതച്ചെടുത്താലും മതിയേ. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതും നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ട് എലിയെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 1 സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ഇട്ടേക്കണത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എടുക്കുന്ന ഏത് പൊടികളായാലും കുഴപ്പമില്ല. ഇപ്പോൾ ആട്ടപ്പൊടി ഇല്ല അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൈദ എടുത്താൽ മതി കേട്ടോ. മൈദ ആകുമ്പോൾ നല്ലതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം പാകത്തിന് ചേർത്ത് കൊടുക്കാവുള്ളൂ. കൂടി പോകരുത്, ലൂസിയായി പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സാണ് നമ്മുടെ ഇതിലോട്ട് ഇനി ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, അതുകൂടി ആഡ് ചെയ്താലേ ശരിയാവുള്ളൂ. പിന്നെ നിങ്ങൾ ചേർക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ചേർക്കുന്നതിനകത്ത് ഇച്ചിരി വിനെഗർ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഒരല്പം മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട. ഒരല്പം വിനാഗിരിയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ മിക്സ് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെയുള്ള എലികളെ കംപ്ലീറ്റ് ആയിട്ട് തുരത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി നിങ്ങളുടെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ടത് ആ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തെ നമുക്കിനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ എവിടെയാണോ കൂടുതലായിട്ട് നമ്മുടെ വീട്ടിൽ എലിയുടെ ശല്യം കാണുന്നത് ആ ഭാഗങ്ങളിലായിട്ടൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ചെയ്ത് കൊടുത്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ.
അപ്പോൾ അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ടിപ്പാണ്. മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഇത് എടുത്തിരിക്കുന്നത് നമ്മുടെ ചിരട്ടയുടെ കുഞ്ഞു കുഞ്ഞു പീസസാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലെ എലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു സംഭവമാണ് കേട്ടോ. എലി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ശല്യമായിരിക്കുമല്ലോ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കപ്പയോ കാച്ചിലോ ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ചേമ്പൊക്കെയാണെ പറയേ വേണ്ട. ചേമ്പൊക്കെ എപ്പോൾ നശിപ്പിച്ചു എന്ന് ചോദിച്ചാൽ മതി. കാച്ചിൽ പിന്നെ കുറച്ചുകൂടി അടിയിലായതുകൊണ്ട് അത്രയും പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ എന്നാലും കാച്ചിൽ മാന്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിനെ ജസ്റ്റ് ഇതിനകത്തോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചിരട്ടയുടെ എന്തും ഗോതമ്പും വെള്ളവും കൂടിയുള്ള ഒരു മിക്സാണ് ആയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. മെഴുകുതിരിയാണ് കേട്ടോ. മെഴുകുതിരിയുടെ ഏതെങ്കിലും ഒരു കുഞ്ഞു പീസസ് മതി കേട്ടോ. അപ്പോൾ ഞാൻ കത്തിച്ചതിൻ്റെ ബാലൻസ് എടുത്തൊരു ചെറിയ പീസല്ല, നല്ല മെഴുകുതിരിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഒരല്പം ചീകി ഇട്ട് ഇതിനകത്തോട്ട് കൊടുക്കണം. അല്പമായിട്ട് ചുരുണ്ടിയതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഉണ്ടോ ഇങ്ങനെ അങ്ങനെ ഇട്ടതിന് ശേഷം ഇതിനെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇനി ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ എലിയെ കൊല്ലാനുള്ള ടിപ്പ് റെഡിയാവും കേട്ടോ. സംഭവം റെഡിയാവും. ആ ഒരു മിക്സ് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിലെ പരിസരത്തൊക്കെ ഇല്ലേ, ഇപ്പോൾ കപ്പ നിറയെ നട്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇത് വയ്ക്കാൻ കേട്ടോ. പിന്നെ മഴയുള്ള സമയത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ കൊണ്ട് വയ്ക്കുവാണെങ്കിൽ ഇത് വന്ന് കഴിക്കുക, എലികൾ ചത്തുപോവുകയും ചെയ്യും കേട്ടോ. എലി എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര ശല്യമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് 2 കുഞ്ഞു ബോൾസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു സംഭവം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കൂടിയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എലികൾ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്കുള്ള ആ ഐറ്റം കൂടി എടുക്കണം കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കാവുള്ളേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക. പിറ്റേ ദിവസത്തേക്കോ അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെക്കുമോ അങ്ങനെയൊന്നും ചെയ്തതും. അടുത്തായിട്ട് എടുത്തിരിക്കുന്ന കർപ്പൂരമാണ് കേട്ടോ. അപ്പോൾ കർപ്പൂരത്തിന് ഒരു എടുത്തപ്പോൾ തന്നെ താഴത്തോട്ട് വീണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം പൊളിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു പീസസാണ് കേട്ടോ. ഇത് കയ്യിലിട്ട് തിരുമ്മിയാലും പറ്റുന്നതാണ്. അപ്പോൾ അത് തരി പോലെ നമുക്കിങ്ങനെ കയ്യിലിട്ട് ഉടച്ചിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബോൾസിലൊക്കെ ചുറ്റിനും ഇത് നമുക്കിങ്ങനെ അതിനെ ഒന്ന് പൊത്തി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കർപ്പൂരത്തിൻ്റെ ആ മിക്സ് വരും. ഇനി എവിടെയാണോ നമ്മുടെ വീട്ടിൽ എലിയുടെ ശല്യം കൂടുതലായി കാണപ്പെടുന്ന ആ ഭാഗത്തൊക്കെ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് എലികൾ കഴിക്കുകയും എലികൾ ചത്തു പോവുകയും ചെയ്യും കേട്ടോ. കർപ്പൂരം ഇട്ടതുകൊണ്ടല്ല എലികൾ ചത്തു പോകുന്നത്. കർപ്പൂരം എലികളെ ആകർഷിക്കുമെങ്കിലും അതിൻ്റെ അകത്ത് ചിരട്ടയുണ്ടല്ലോ, അത് കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എലികൾ ചത്തു പോകും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇനി ഫോളോ ചെയ്യാതെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണേ.